എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാടൻ സ്റ്റൈലിലുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കസ്റ്റർഡാണ്. സേമിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ, നല്ല രുചിയുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത്. നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരക്കപ്പ് വറക്കാത്ത സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. പിന്നീട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സേമിയ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3/4 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. ആദ്യം 3/4 ലിറ്റർ ചേർത്ത് നോക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ചേർക്കാം. 1 ലിറ്റർ വരെ നിങ്ങൾക്ക് അരക്കപ്പ് അളവിൽ സേമിയയിലേക്ക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ സേമിയ നമ്മൾ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് സേമിയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സേമിയ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ ചേർക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് പാലിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡർ ഇതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മാംഗോ ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കോൺഫ്ലവർ ചേർത്താലും മതി. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും പൊടികൾ ചേർത്താൽ മതി. ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ സേമിയ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ കസ്റ്റർഡ് പൗഡർ നമ്മൾ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ. ഇങ്ങനെ അലിയിച്ചെടുത്തിട്ട് മാത്രം അതിലേക്ക് ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സേമിയ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. സേമിയ വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ സേമിയ വേവാനായിട്ട് പാടാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ ആ ഒരു സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. കസ്റ്റർഡ് ചേർക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. 2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ, അതിൽ കൂടരുത്. കൂടിയാൽ ഇത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകും. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് കട്ടിയാകും. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, എക്സ്ട്രാ ഒരു ക്രീമി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അത് ഒരു 2-3 മണിക്കൂർ എടുത്ത് തണുപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറുത്ത മുന്തിരി, കുരുവില്ലാത്തതാണ്, അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറി. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തണുക്കാനായിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോഴാണ് ആ കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം. സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നമ്മൾ കുറച്ച് ബദാം ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിയ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് സേമിയ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വെറും സേമിയ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. മുകളിലായിട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ്തയും അതുപോലെ ബദാമും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമും കൂടെ സ്കൂപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്